ഇതിപ്പം രാവിലെ 6 മണി 6:30 സമയം കേട്ടോ. അപ്പം ഇതെങ്ങോട്ടാണ് കയറി പോകുന്നതെന്ന് അറിയണ്ടേ. ഇവിടുന്ന് നമ്മുടെ വീട്ടിലെ ടാങ്കാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ രാവിലെ എഴുന്നേറ്റപ്പോൾ കണ്ട കാഴ്ച എന്താ പറയുക, ആന ഒരെണ്ണം നിൽക്കുന്നത് കണ്ടു. അപ്പോൾ ആന പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ ആ റൂട്ടിൽ നിന്ന് പോയി നോക്കിയതാട്ടോ. അപ്പോഴതാണ്ട് അവിടെ ഒരു കൈതച്ചക്ക. പിന്നെ മിലങ്കോട്ടൻ അതിലെ കൂടെ കയറി നോക്കി കയറാൻ വല്ല വഴിയുണ്ടോയെന്ന്. പിന്നെ ആ വഴിയൊക്കെ കണ്ടുപിടിച്ച് മെല്ലെ നൈസായിട്ട് അതിൻ്റെ കൂടെ കയറി. അപ്പോൾ അവൻ നോക്കുമ്പോൾ അവിടെ ഉണ്ട് ആനപ്പിണ്ടി എല്ലാം കിടക്കുന്നുണ്ട്. അവൻ നേരെ പുറകോട്ട് വലിഞ്ഞ് എന്നിട്ട് പറഞ്ഞ് അമ്മ കയറി എടുത്തോളൂന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എടുക്കുക കേട്ടോ. അപ്പോൾ പിന്നെ ഞാനൊന്നും നോക്കാൻ നിന്നില്ല, അവനേതായാലും ഇറക്കുകയല്ല. അപ്പോൾ പിന്നെ ഞാനെന്ത് ചെയ്തു, ഞാൻ നേരെ നമ്മൾ ആനപ്പിണ്ടമൊക്കെ മാറി ഞാനങ്ങ് പോയിട്ട് കൈതച്ചക്ക കുറച്ച്, എന്നൊക്കെ പറഞ്ഞാൽ നല്ല കൈതച്ചക്ക കേട്ടോ, അടിപൊളി കൈതച്ചക്ക. അപ്പോൾ കൈതച്ചക്കൊക്കെ നമ്മൾ പറിച്ചു കേട്ടോ. പറിച്ചെല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ട് എടുത്തു, അതിൻ്റെ ആ മുകളിലത്തെ സാധനമൊക്കെ പറിച്ച് കളഞ്ഞ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ആ സാധനം എടുത്ത് ചുമ്മാ കളഞ്ഞു, വെറുതെ രസം, കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഉണ്ട് ഇത് കണ്ടോ, ഇതൊക്കെ ആന ചവിട്ടിയ പാടാട്ടോ. ഇന്ന് രാവിലെ ഇപ്പോൾ ഒരു 6 മണി, ഇപ്പം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ടാവുള്ളൂ കേട്ടോ. ആനപ്പിണ്ടിയാണ് കിടക്കണേ. ആനപ്പിണ്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും നാട്ടിലെ ആനയായിരിക്കും. നാട്ടിലെ ആനയല്ല, കാട്ടിലെ ആന. വീട്ടിൽ നിന്ന് ഇതാ ഇങ്ങോട്ടേക്ക് ഇത്രേ ഡിസ്റ്റൻസ് ഉള്ളൂ. അത് ഞങ്ങൾ അലക്കുന്ന കല്ലൊക്കെ അവിടെ ഉള്ളതാണ്. അപ്പോൾ ഇതാണ് ആന, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. പിന്നെ വേറെ വഴിയൊന്നുമില്ല. ആനപ്പിണ്ടം കണ്ട് പിന്നെ നമ്മൾ ആ കഴിച്ചൊക്കെയായിട്ട് പിന്നെ നേരെ വീട്ടിലേക്ക് ഇറങ്ങി. അപ്പം മിലക്കൂട്ടിന് ഒരു പൂതി, ജ്യൂസൊക്കെ അടിച്ചാലോ എന്നും പറഞ്ഞുകൊണ്ട് പിന്നെ നമ്മൾ നേരെ കൈതച്ചക്ക എടുത്തിട്ട് പൂളി ജ്യൂസ് അടിക്കാനുള്ള പരിപാടി തുടങ്ങി കേട്ടോ. അപ്പം പ്രിപ്പറേഷൻ ഫുള്ള് നമ്മുടെ മിലങ്കുട്ടൻ്റെ പരിപാടിയാണ്. അപ്പോൾ അവൻ നേരെ എല്ലാം എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് പറയുന്നുണ്ട് കേട്ടോ, സൂപ്പറാണെന്നതൊക്കെ. പിന്നെ ഞാനിവിടെ ഹെൽപ്പ് ചെയ്തു അവനെ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് അവൻ നേരെ കുറച്ച് പഞ്ചസാരയൊക്കെ എടുത്തിട്ട്, ഇടയ്ക്ക് നക്കലും പറക്കലൊക്കെ ഉണ്ട് കേട്ടോ. അവൻ സ്വന്തം ഉണ്ടാക്കുന്നതല്ലേ. പിന്നെ ഞാനും അത്ര അങ്ങ് കുഴക്കാൻ നിന്നില്ല, അവൻ്റെ കൂടെ ഞാനും കൂടി കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് വെള്ളമൊക്കെ എടുത്ത് അവൻ തന്നെ എന്നോട് അമ്മ നാക്കിത്താന്നൊക്കെ പറഞ്ഞിട്ടോ. പിന്നെ ജ്യൂസൊക്കെ അടിച്ചു. അങ്ങനെ നമ്മൾ ഇന്നത്തെ കൈതച്ചക്കയും ആനയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ.